ഇതെന്തോ മാധ്യമങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു കുടിപ്പകയായിട്ട് ഒരു വിഭാഗം ആളുകൾ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതൊരു മാധ്യമ സ്ഥാപനമാണല്ലോ, RBC എന്ന് പറയുന്നത് മാധ്യമ സ്ഥാപനമാണ്. ആ മാധ്യമ സ്ഥാപനത്തിനെതിരെ മറ്റു മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു, അവർ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറുന്നു എന്നുള്ളൊരു ടോൺ സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. അത് ഒരു വശത്ത് അതേക്കുറിച്ച് പറയുന്നു, മറുവശത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രി VD സതീശനെതിരായിട്ടുള്ള വാർത്തകളുടെ കാർഡുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, മാധ്യമ സ്ഥാപനങ്ങളുടെ പോസ്റ്റുകൾ മെറ്റ നീക്കം ചെയ്തിരുന്നു. അപ്പോൾ മെറ്റ അത് നീക്കം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്, മുഖ്യമന്ത്രി വിമർശിക്കുന്ന കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുകയാണ് എന്നൊരു നറേറ്റീവ് ചില സാമൂഹിക മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ അത് നീക്കം ചെയ്ത മാധ്യമ സ്ഥാപനങ്ങളാരും അങ്ങനെ ആരോപിക്കുന്നില്ല. ഇപ്പോൾ കുറേയധികം മാധ്യമ സ്ഥാപനങ്ങൾ, ദേശാഭിമാനി, കൈരളി, ന്യൂസ് 24 മലയാളം, റിപ്പോർട്ടർ, ഇത്രയും സ്ഥാപനങ്ങളുടെ കാർഡുകൾ നീക്കം ചെയ്തെന്നാണ് പറയുന്നത്. അതിൽ അവർ ഈ റിപ്പോർട്ടർ ഒഴികെ മറ്റ് സ്ഥാപനങ്ങൾ, റിപ്പോർട്ടർ അതിൽ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ്, മുഖ്യമന്ത്രി ഞങ്ങളെ വേട്ടയാടുകയാണ് എന്ന് പറയുന്നു. ഒരു വശത്ത് മുഖ്യമന്ത്രി ഇവരുടെ ഈ പറയുന്ന മെസ്സിയെ കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെയുള്ള അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ആ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് മറ്റ് മാധ്യമങ്ങളെ ജേർണലിസം പഠിപ്പിക്കുകയാണ് കുറേയധികം ആളുകൾ. ജേർണലിസം പഠിപ്പിക്കുന്നത് വെച്ചാൽ ഈ കാക്കനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം എന്ന് നമ്മൾ കളിയാക്കി വിളിക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ മീഡിയ അക്കാഡമിയെക്കുറിച്ചല്ല പറയുന്നത്, അത് വേറെ കുറേ ആളുകളാണ്. അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മീഡിയ വൺ നിരോധിച്ചപ്പോൾ അതിനെതിരെ കട്ടയ്ക്ക് നിന്നത് റിപ്പോർട്ടർ ചാനലാണ്. ഇപ്പോൾ അവരുടെ മീഡിയ കാർഡുകൾ എടുത്തു കളയുകയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. അത് പൂട്ടിപ്പോകുന്നതായിരുന്നു നല്ലത് എന്ന് അന്ന് പിന്തുണച്ചവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നൊക്കെയാണ് ഈ കാക്കനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൻ്റെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ എത്രത്തോളം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയം, അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എനിക്കൊരു കത്തും വന്നിട്ടില്ല, എനിക്കൊരു AFA ഒരു രേഖയും കത്തും അയച്ചിട്ടില്ല, അതൊക്കെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനോട് ചോദിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഞാൻ ഇതിലില്ല എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹമാണ് ആദ്യത്തെ മീറ്റിംഗ് കൺവീൻ ചെയ്തെന്ന് ഓർക്കണം. അദ്ദേഹം കായിക മന്ത്രിയും ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെയാണ് മീറ്റിംഗ് കൺവീൻ ചെയ്തത്. അദ്ദേഹം ഒഴിയുകയാണ്. അത് അന്വേഷണം നടക്കട്ടെ, അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലും ഈ സ്പോൺസറെ ന്യായീകരിക്കാനോ ഈ പരിപാടിയെ ഡിഫെൻഡ് ചെയ്യാനോ അദ്ദേഹം ശ്രമിക്കുന്നില്ല. എന്നിരിക്കെ DYFI മുതൽ സൈബർ സഖാക്കൾ മുതൽ ഈ പറയുന്ന കാക്കനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൻ്റെ ആളുകൾ മുതൽ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മീഡിയ വണ്ണിനെയാണ് വിമർശിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രതി നമ്മളാണ്. നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറയുന്ന വിഷയം ഫോക്കസ് ചെയ്യുന്നു, അതേസമയം മുഖ്യമന്ത്രിയുടെ മാധ്യമ വേട്ട മിണ്ടാതിരിക്കുന്നു. മുഖ്യമന്ത്രി മാധ്യമ വേട്ട നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെതിരെ സംസാരിക്കും. ഇന്നലെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല എന്ന് അദ്ദേഹം പറയും, നമ്മൾ അതിനെ മുഖവിലേക്ക് എടുക്കുന്നു. ഇനി എന്നെക്കൊണ്ട് അതിന് കഴിയുമോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ മറ്റേ കേൾക്കുമോ? മുഖ്യമന്ത്രി പറഞ്ഞാൽ കേൾക്കും. ഇന്ത്യയിലെ ഏത് പോലീസ് സംവിധാനം ഒരു കത്തയച്ചാലും, അതിനുവേണ്ടി ഒരു പ്രത്യേക ആപ്പുണ്ട്, സഹയോഗ ആപ്പ്, ഒരു കത്തയച്ചാലും ഇവർ എടുത്ത് കളയാറുണ്ട്. അതിപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നതാണോ BJP ഭരിക്കുന്നതാണോ അവർ നോക്കുന്നില്ല, എല്ലാം എടുത്ത് കളയാണ്. സർക്കാർ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പോലീസ് പറയാണ് ഇതിൽ ലീഗൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടി അവരെടുത്ത് കളയാറുണ്ട്. ഇനി മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് നല്ല കാര്യം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ മെറ്റ പോലുള്ള സ്ഥാപനങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം മാധ്യമ സ്ഥാപനങ്ങൾ പരാതി കൊടുക്കണം, സർക്കാർ അതിൻ്റെ കൂടെ ഉണ്ടാവും, സർക്കാരും കത്തയക്കും മെറ്റയ്ക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതൊരു നല്ല നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പറയേണ്ടത്, അദ്ദേഹം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ രണ്ട് വിഷയത്തെ എന്ത് ചെയ്യുകയാണ്? ഇതെന്തോ സർക്കാർ ഈ സ്ഥാപനത്തോട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടർമാരോട് എന്തോ വൈരാഗ്യം കാണിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വൈരാഗ്യം കാണിക്കലാവുന്നത്. അവരെ സംബന്ധിച്ച്, അതിൻ്റെ സ്പോൺസർമാരെ സംബന്ധിച്ച് 32ഓളം ക്രിമിനൽ കേസുള്ള ആളുകളാണ്. കേരളത്തിൽ വളരെ വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലടച്ച് ജാമ്യത്തിലിറങ്ങിയിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആ സർക്കാരാണ് കേസ് നടത്തുന്നത്. മുട്ടിൽ മരം, നമുക്കറിയാം വനം വകുപ്പ് കേസ് എത്രമാത്രം റിജിഡായിട്ടുള്ള കേസാണ്, അതിൻ്റെ നിയമം എത്രമാത്രം റിജിഡാണെന്ന് നമുക്കറിയാം. അത്തരമൊരു കേസിൽ സർക്കാർ കേസ് നടത്തുന്ന ആളുകളാണ് അവർ. സർക്കാർ അവർക്കെതിരെ കേസ് എടുത്താണ്, പ്രോസിക്യൂട്ടർ എന്ന് സർക്കാരിൻ്റെ ഭാഗമാണ്. എന്നിട്ട് അത്തരം ഒരാളെ വിളിച്ചിട്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പോൺസർഷിപ്പ് എടുക്കാം, പൈസ അയച്ചോ, സ്റ്റേഡിയം നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങൾ അടിപൊളി ആയിക്കോ. ആ സ്റ്റേഡിയത്തിൻ്റെ ഗതി എന്തായി? എത്ര കോടി അതിൽ മുടക്കിയെന്നാണ് പറയുന്നത്? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അതൊക്കെ അന്വേഷിക്കപ്പെടണം. അപ്പോൾ ഇവിടെ കായിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ നടപടിക്രമങ്ങളിലെ വീഴ്ച മാത്രമല്ല, ഈ പണത്തിൻ്റെ സ്രോതസ്സ് അത് അന്വേഷിക്കപ്പെടണമെന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ പണം ആരുടേതാണ്, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? ED അന്വേഷിച്ച് തുടങ്ങിയ ഒരു കാര്യമാണ് മുട്ടിൽ മരമുറി കേസ്. ED പിന്നെ അവിടെ പോയെന്ന് അറിയില്ല. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ED വരുമോ എന്നും നമുക്കറിയില്ല. സർക്കാർ ഒരു കേസ് എടുത്താൽ FIR ഇട്ട് കഴിഞ്ഞാൽ അതിൽ ED വരുമോ എന്നും നമുക്കറിയില്ല. EDക്ക് ഇവരുടെ പിന്തുണയുണ്ടോ, ED അവരെ അന്വേഷിക്കും ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് ഡ്യൂബിയസ് ആയിട്ടുള്ള സോഴ്സ് ഉള്ളൊരു പണമാണ് എന്ന് സർക്കാർ പറയുമ്പോൾ അതേക്കുറിച്ച് വാർത്ത കൊടുക്കണ്ടേ? നാട്ടുകാരെ പറ്റിച്ച പരിപാടിയല്ലേ? മെസ്സി വന്നില്ലേ എന്നുള്ള, വരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചൊന്നും മാത്രമല്ല, കള്ളപ്പണമാണ് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഇവർ പണം അയച്ച ഏജൻസി
അമേരിക്കയിൽ FBI അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മണി ലോണ്ടറിങ്ങിൻ്റെ പേരിൽ. അത് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ചുമതലപ്പെടുത്തിയ ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇവർ അയച്ച ഏജൻസിയുടെ പ്രധാന പണി തന്നെ ഈ മണി ലോണ്ടറിങ് ആണെന്ന് FBI കണ്ടെത്തിയിരിക്കുന്നു. FBI അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിരിക്കെ ഇത് അന്വേഷിക്കപ്പെടേണ്ടതല്ല. അപ്പോൾ അതേക്കുറിച്ച് വാർത്ത ചെയ്യുമ്പോൾ ഇതെന്തോ സർക്കാരിനെ വൈറ്റ് വാഷ് ചെയ്യുകയാണ്. ഇത് സർക്കാരുമായിട്ട് എന്ത് ബന്ധം? ഈ വിഷയത്തിൽ അന്വേഷിക്കപ്പെടണം എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? ഇനി സർക്കാർ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് കരുതുക. സർക്കാർ മാധ്യമങ്ങളെ രാഷ്ട്രീയപരമായി കൊണ്ട് വേട്ടയാടുന്നുണ്ട്. രാഷ്ട്രീയപരമായി കൊണ്ട് സർക്കാർ മാധ്യമങ്ങളെ വേട്ടയാടില്ല, അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കണം. ഇപ്പോൾ പ്രതിപക്ഷ സ്വരമുള്ള അല്ലെങ്കിൽ കുറച്ചധികം പ്രതിപക്ഷ സ്വരമുള്ള മാധ്യമങ്ങൾ, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിൻ്റെ വാഴ്ത്തുപാട്ടായിരുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷത്തായിരിക്കും, കുറേ കൂടി ശക്തമായ പ്രതിപക്ഷത്തായിരിക്കും. അങ്ങനെയുള്ളവരെ വേട്ടയാടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിലയുറപ്പിക്കണം. കാരണം മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലെ തന്നെ തുല്യമാണ്. അത് ഭരണഘടനാദത്തമായ അവകാശമാണ്. അതിനെതിരെ ഫൈറ്റ് ചെയ്യണമെന്നുള്ള തർക്കമില്ല. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് മീഡിയ വണ്ണൊക്കെ അടച്ചു പൂട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ജേർണലിസം ക്ലാസ് എടുക്കുന്നവരോട് പോയി പണി നോക്കാനേ പറയാൻ പറ്റും.